എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും വീട്ടിലേക്കുള്ള പോക്കാണ് കേട്ടോ. നമുക്ക് നാളത്തേക്ക് 1-2 ഓർഡേഴ്സ് ഉണ്ട്, എന്നാൽ അത് രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചു. ഏട്ടനിടയ്ക്ക് പറയാറുണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ വീട് വരെ ഒന്ന് പോയി വന്നാൽ മതി, അതൊക്കെ മാറുന്നു കേട്ടോ. സംഭവം ശരിയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ അവിടെയൊക്കെ കാണാൻ. ഇന്ന് ചോറ്റ് വിഷുവാണെന്നാണ് കേട്ടോ ഏട്ടൻ പറയണത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ എനിക്ക് ഈ കറികളൊന്നും ഇവിടുത്തെ പെട്ടെന്ന് സെറ്റാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ കുമ്പളങ്ങയും ചിക്കനും. അമ്മ അത് അമ്മിയിലൊക്കെ അരച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. നാട്ടിലെ കുറച്ച് വിശേഷങ്ങളും പാടവും വരുമ്പോഴൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് ഇന്നലെ തിരിച്ചു പോകാൻ വേണം. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നിനും നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കറിയും കാര്യങ്ങളൊക്കെ വെക്കണതിൻ്റെ ഇടയിൽ ഞാനും കൂടിയിട്ട് അമ്മൻ്റെ കൂടെ. ഞാൻ മെയിനായിട്ട് ഇന്ന് വന്നത് ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇവനെ ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്, ഇതിൽ പകുതി എന്തായാലും ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും. അമ്മ എന്തൊക്കെയോ ഇലകൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെമ്പരത്തി വെല്ലൊക്കെ പൂത്തിട്ട് നിറയെ ചെമ്പരത്തി നിൽക്കുന്നുണ്ട് ഇതിൽ. അച്ചാറിടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് മാങ്ങ അടിച്ചു മാറ്റിയിട്ടാ. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് പോണ പോലെ കേട്ടോ ഞാൻ ഇവിടെ നിന്ന് പോവുക. എല്ലാ സാധനവും അമ്മ എനിക്ക് തന്നു വിടും. ഞാൻ ചക്കപ്പരാന്തിന് നമുക്ക് അറിയാം, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കൊണ്ടുപോകാൻ അമ്മ റെഡിയാക്കി തരാം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ വർക്കിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 6:30 ഷോപ്പിൽ പോയി പിന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തിയത്. സമയം ഒരുപാട് വൈകിയുണ്ടായിരുന്നു കേട്ടോ. സ്പഞ്ച് ചെയ്യാൻ നിന്നപ്പോൾ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാളേക്ക് ഓർഡർ ഉള്ളത് 1/2 kg റെഡ് വെൽവെറ്റും അതേപോലെ വൈറ്റ് ചോക്ലേറ്റ് ഒരു 1.5 kg ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം റെഡ് വെൽവെറ്റ് ചെയ്യാൻ നിന്നു കേട്ടോ. ഹാർട്ട് ഷേപ്പിലാണ് കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെഫറൻസ് പിക്ക് നമുക്ക് ക്ലയൻറ്റ് മുൻപ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റാക്കി എടുത്തു. പെട്ടെന്ന് തന്നെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ 2 സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഫുള്ളായിട്ട് കേക്ക് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ ക്രീം കൊണ്ട്. സത്യം പറഞ്ഞാൽ മോൾഡിൽ ചെയ്യുന്നതിനേക്കാളും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 600 ഗ്രാമിന് മുകളിലുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതുപോലെ ക്രംസൊക്കെ കൊടുത്തിട്ട് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ തന്ന കേക്കിൻ്റെ പിക്ക് ഇതിൽ കൊടുക്കാം കേട്ടോ. അതേപോലെ 10th ഹാപ്പി ബർത്ത്ഡേ ഋഷിക എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞത് നമ്മൾ ബ്രഷ് വെച്ചാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫോണ്ടനിലാണ് കേട്ടോ പേര് എഴുതി കൊടുത്തത്. നമുക്ക് ഈ പിക്ചർ തന്നാൽ അതേ മോഡലിലാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഒരു സമ്മാനത്തിന് കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു റെഡ് വെൽവെറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അതിനുശേഷം നമ്മൾ 1.5 kg വെയിറ്റ് വരുന്ന വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ ചെയ്തത്. അടുത്ത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ചെയ്യാൻ നിന്നു കേട്ടോ. ടീച്ചർ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിരുന്നില്ല, പക്ഷേ ഷോപ്പിൽ ഞാനൊരു വാഞ്ചോ മോഡലിൽ വൈറ്റ് ചോക്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ആ ഡിസൈനിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ക്രീമിലേക്ക് മിൽക്ക് മെയ്ഡും അതേപോലെ വൈറ്റ് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തത് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫില്ലിംഗ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും അതേപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വാഞ്ചോ കേക്കിൻ്റെ ഒരു മോഡൽ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ട് റൈറ്റിങ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു 1.5 kg ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടും കേട്ടോ. ഒരു 2 kgയുടെ അടുത്ത് തന്നെ എനിക്ക് വരും. എനിക്ക് മാത്രമല്ല മിക്കവർക്കും വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കേക്കിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 1.800 grams ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.